നേർമൊഴി. നേർമൊഴിയിൽ ഇന്ന് 2024 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ നടൻ പാറശ്ശാല വിജയനുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖ സംഭാഷണം. തമാശക്കാരനായി, കാര്യക്കാരനായി, കരയുന്നവനായി, ചിരിക്കുന്നവനായി ഒക്കെ നമുക്ക് മുന്നിൽ ഭാവപ്പകർച്ച നടത്തിയ നടൻ പാറശ്ശാല വിജയൻ കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം നേടിയ ഈ വേളയിൽ തന്നെ ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷവും അഭിമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ. 12ാം വയസ്സ് മുതൽ മുഖത്ത് ചായമണിയാൻ തുടങ്ങിയ 35 വർഷത്തോളമുള്ള പ്രൊഫഷണൽ നാടക രംഗത്തെ അനുഭവ പരിചയമുള്ള താങ്കളുടെ ഒരു ജീവിതം, അതിൻ്റെ തുടക്കത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? തീർച്ചയായും. തുടക്കം എന്ന് പറയുന്നത് 12ാമത്തെ വയസ്സിൽ ഞാൻ ഒരു പക്ഷേ പ്രത്യേകിച്ച് മാധ്യമ സംവിധാനത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ കലാപ്രകടനം നടത്തിയത് യാദൃച്ഛികമാകാം, എന്തായാലും ഭാഗ്യവശാൽ തിരുവനന്തപുരം ആകാശവാണി റേഡിയോ നിലയത്തിലെ ബാലലോകം എന്നൊരു റേഡിയോ ക്ലബ്ബുണ്ടായിരുന്നു 1972 കാലഘട്ടത്തിൽ. അപ്പോൾ പാറശാലയിൽ നിന്നും കലാമുകുളം എന്നൊരു റേഡിയോ ഗ്രൂപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടുകയും ആ 12ാമത്തെ വയസ്സിൽ ചോറ്റുപാത്രവുമായി രാവിലെ വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ എല്ലാവരും ചോറ് കരുതിയിരുന്നു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ വന്ന് രാവിലെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് പോയ ആ ഒരു ബാല്യകാല സ്മരണകൾ ഇതിൻ്റെ ഈ കവാടം കടന്നപ്പോൾ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയായി ഓടി മനസ്സിലെത്തുകയാണ്. ഇവിടെ ഇത് ചെയ്യുമ്പോൾ തന്നെയും ഞാൻ നാട്ടിൽ വലിയ ആളുകളുടെ കൂട്ടത്തിൽ ബാലനടനായി മുഖത്ത് ചായം തേച്ചു. ഇന്നത്തെ പോലെ പാൻ കേക്കും മറ്റ് വർണ്ണാഭമായ മേക്കപ്പുകളൊന്നും ഇല്ലാത്ത കാലം. ഒരു അലുമിനിയ ടിന്നിനകത്ത് റോസ് പൗഡറും പിന്നെ നമ്മൾ ഗോൾഗേറ്റ് പിതുക്കും പോലത്തെ ഒരു ട്യൂബിനകത്തെ പേസ്റ്റും, മിഫി പേസ്റ്റാണെന്ന് തോന്നുന്നു, ഇതൊക്കെ ഇട്ട് വല്ലാത്ത കരിയൊക്കെ വാരി വരഞ്ഞ് വേണ്ടതിലധികം പൗഡറൊക്കെ അടിച്ച് ആളുകളുടെ മുന്നിൽ നാടകത്തിന് മുമ്പേ ഒന്ന് തല പുറത്തോട്ട് കാട്ടി ഒന്ന് ഷൈൻ ചെയ്യുന്ന ഒരു 12 വയസ്സുകാരൻ്റെ ഒരു ബാല്യം ഇന്ന് 66 എത്തി നിൽക്കുകയാണ്. 54 വർഷക്കാലത്തെ കലാജീവിതം ഈ റേഡിയോ സ്റ്റേഷനിൽ തന്നെ നാടകകൃത്തായിട്ടും ഭാഗ്യവശാൽ എനിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റേഡിയോ എന്ന് പറയപ്പെടുന്നത് നാട്ടിലെ ഏറ്റവും വലിയ പ്രതാപകാലത്തായിരുന്ന സമയത്താണ് നമ്മൾ ഈ ബാലലോകം പരിപാടിയിലൂടെ ഇങ്ങനെ വരുന്നത്. അന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമസ്ത നമ്മുടെ മേഖലയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി റേഡിയോയുടെ മുന്നിൽ ഇരുത്തിയിട്ട് ഒരു ഹീറോ പരിവേഷമണിഞ്ഞ് നിൽക്കുന്ന ഒരു ബാലൻ അവസാനം സംസ്ഥാന സർക്കാരിൻ്റെ അഭിനയ നിറവിൽ 50 വർഷം പിന്നിട്ടതിൻ്റെ പേരിൽ ഒരു പുരസ്കാരം, ഗുരുപൂജ പുരസ്കാര നിറവിലെത്തിച്ചേരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അത് എന്നെ കേൾക്കുന്ന നിങ്ങളിലൂടെയും എന്നെ കണ്ടിട്ടുള്ള ധാരാളം ആളുകളുടെയും ഒക്കെ അനുഗ്രഹമായി കരുതുന്നു. ഇപ്പോൾ സാർ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ ഈ പറയുന്ന ആ ഒരു പരിഭ്രമമൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ സ്റ്റേജ് നാടകങ്ങൾ എങ്ങനെയായിരുന്നു? ആ അനുഭവങ്ങളൊന്ന് പറയാമോ? എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് പരിഭ്രമമില്ല. പരിഭ്രമം എന്നത് എന്താണെന്നും അറിയില്ല. കാരണം എന്നെ ഈ കലാരംഗത്തേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നത് എൻ്റെ വീടിന് തൊട്ട് മുന്നിലായിട്ട് ഉണ്ടായിരുന്ന ഒരു ജയചന്ദ്ര തിയേറ്റർ. എന്നും സിനിമ കാണും, പിന്നെ ടിക്കറ്റ് എടുത്തിട്ടില്ല. അവിടെ നിൽക്കുന്ന ആളുകൾ കാണാതെ ചാടിക്കേറി ഒളിച്ചു പോയിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ശിക്ഷകളും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു ഊർജം അതെവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് എനിക്ക് ഈ 12ാമത്തെ വയസ്സിൽ എനിക്കൊരു ബാലനടനായി അവസരം കിട്ടുന്നത്. അന്നത്തെ കാലത്ത് പ്രൊഫഷണൽ നാടകങ്ങളേക്കാൾ അമേച്വർ നാടകങ്ങൾ ഏറെ പരിലസിച്ചിരുന്ന ഒരു കാലം. നാട്ടിലെ ലൈബ്രറികൾ, ആർട്സ് ക്ലബ്ബുകൾ, പിന്നെ അതുപോലെ തന്നെ ഉത്സവ വേദികൾ ഒക്കെയും അമേച്വർ നാടകങ്ങൾ അയ്യോ എന്തുമാത്രം നാടകങ്ങൾ. അമേച്വർ നാടകങ്ങൾക്ക് അന്ന് ജനങ്ങളിൽ അത്രത്തോളം ഒരു സ്കൂൾ പോലെ, ഒരു
പുസ്തകം പോലെ, ഒരു യൂണിവേഴ്സിറ്റി സിലബസ് പോലെ എത്തരത്തിൽപ്പെട്ട പണ്ഡിതനും പാമരനും ഒന്നുപോലെ ആസ്വദിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമായിരുന്നു അന്നത്തെ അമേച്ചർ നാടകങ്ങൾ. ആ നാടകങ്ങളിലൂടെയാണ് സിനിമാക്കാരൻ ജനിക്കുന്നത്, സിനിമ എഴുത്തുകാരൻ ജനിക്കുന്നത്, പാട്ടുകാരൻ ജനിക്കുന്നത്, പാട്ടുകാരി ജനിക്കുന്നതും ഒക്കെ അവിടെ നിന്നാണ്. ഈ മിമിക്രിയും മറ്റ് കലാരൂപങ്ങളൊക്കെ പിന്നീട് വന്നതാണല്ലോ മോഡേൺ. അതെ. നാടകത്തിൽ ഒരു മികവാർന്ന ഒരു പ്രകടനം ചെയ്യുന്ന ഒരാൾ, അയാളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പോൾ അതിലൂടെ ഞാനിങ്ങനെ 12ാമത്തെ വയസ്സിൽ ജൈത്രയാത്ര തുടങ്ങി. ഈ ചെറുപ്പകാലത്ത് നാടകാഭിനയം തുടങ്ങിയെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അത് പഠനത്തെ ബാധിച്ചുവോ? എങ്ങനെയായിരുന്നു വിദ്യാർത്ഥി ജീവിതം? 5ാം ക്ലാസ്സിൽ 3 വർഷം പഠിച്ച ഒരാളാണ് ഞാൻ. അത് 3 വർഷത്തെ പഠനത്തിനും കാരണം, 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ നമ്മൾ സിനിമ കണ്ടാൽ അത് ഗ്രഹിക്കുവാനുള്ള ഒരിതായി. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ ഇങ്ങനെ സിനിമയുടെ പുറകെയും പോയി എൻ്റെ പഠനം 3 കൊല്ലം നീട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ടു പോവുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ ചെന്നൈയിലേക്ക്. ഒന്നും അറിയാത്ത ഒരു പയ്യൻ ചെന്നൈയിലേക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു സാഹചര്യം. വീണ്ടും സിനിമാമോഹം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു സാഹചര്യം. അങ്ങനെ സിനിമ എന്ന് പറയപ്പെടുന്നത് വല്ലാത്ത ഒരു അവസ്ഥയിൽ ആകർഷിക്കുന്ന ഒരു ലഹരിയായിരുന്നു. അങ്ങനെ സിനിമ തന്നെയാണ് ലക്ഷ്യം എന്നുള്ള രീതിക്ക് പഠിച്ചു. പഠനത്തെ എന്നെ അത് ഒരുപാട് സ്ഥലങ്ങളിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ 10ാം ക്ലാസ് നിർത്തിയിട്ട് ഞാൻ ചെന്നൈക്ക് പോകുന്നതും അഭിനയമോഹമാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് ജയിച്ചു, വീണ്ടും പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രിക്ക് ആയപ്പോഴാണ് ജയൻ്റെ കരിമ്പന സിനിമ പാറശാലയിൽ ഷൂട്ടിംഗ്. അതായിരുന്നു ആദ്യത്തെ സിനിമ. അതായിരുന്നു ആദ്യത്തെ സിനിമ. അപ്പോൾ അതിനകത്ത് എടുത്തു പറയത്തക്ക വലിയ വേഷമൊന്നുമില്ല. ആ കാളവണ്ടിയുടെ പുറകെ പിടിച്ചു പോകുന്ന ഒരു പയ്യനായിട്ടുള്ള ഒരു വേഷം. പക്ഷേ ആ സിനിമയുടെ പുറകെ നടന്ന് പ്രീ ഡിഗ്രിയും തോറ്റു. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നെ പ്രൊഫഷണൽ നാടകങ്ങളുടെ പുറകെ പോയി. അപ്പോൾ ഈ നാട്ടിൽ ഈ അമേച്ചർ നാടകങ്ങളിലൂടെ പേരെടുത്ത് ഞാൻ വളരും തോറും എൻ്റെ അഭിനയ ഇതും വളർന്നു വരികയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു ഡിഗ്രിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ നാട്ടിലെയും ഇത്തിരി വിദൂര സ്ഥലങ്ങളിലേക്ക് ഉള്ള അമേച്ചർ നാടക മത്സരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു മത്സര നടനായി, അഭിനേതാവായി മാറി. അങ്ങനെ ഡിഗ്രിയും ബ്രേക്കായി. പിന്നെ വീണ്ടും എഴുതിയെടുത്തു. വീണ്ടും പിന്നെ LLBക്ക് പോയി. നിയമപഠനത്തിനിടെ അതും 2ാം വർഷമായി, അന്ന് 3 ഇയറാണ്. 2ാം വർഷമായപ്പോൾ അത് പൂട്ടി. എല്ലാം ഇതിൻ്റെ പുറകെയുള്ള നടത്തത്തിൻ്റെ കലാരംഗത്തേക്കുള്ള കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം ഒരുപാട് സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയി. അതാണ് എൻ്റെ വിദ്യാഭ്യാസവും കലയും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഇതിനിടയ്ക്ക് പൊതുപ്രവർത്തന രംഗത്തും സജീവമായി അല്ലേ? പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. ഞാൻ വളരെ ചെറുതിനെ മുതൽ തന്നെ KSU എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പുറകെ അങ്ങനെ പോയി. ശരിക്കും നാടകങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ പലതരം കഥാപാത്രങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരരുചിരി 21ാം നൂറ്റാണ്ടിലെ നാറാണത്തു ഭ്രാന്തനായിട്ട് ചെയ്തു, വസുന്ധരയിലെ കാട്ടുമൂപ്പനായിട്ട് ചെയ്തു, മഹാകവി കുമാരനാശാനിലെ കൊച്ചുമിണി ആശാൻ, അങ്ങനെ പല പല കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രിയം ഏതിനോടായിരുന്നു? ഏറ്റവും പ്രിയം പിരപ്പങ്കോട് മുരളി സാർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. പിരപ്പങ്കോട് മുരളി സാറ് എൻ്റെ ഒരു നാടക ശിഷ്യൻ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ പ്രധാനപ്പെട്ട വേഷം എനിക്കൊരെണ്ണം ഉണ്ടാകും. സാറ് എന്നെ കൂടെ അങ്ങ് കൂട്ടും. അങ്ങനെ എന്നെ കൂട്ടിയ കൂട്ടത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, അഭിനയ മുഹൂർത്തങ്ങളിൽ എനിക്ക് ആത്മഹർഷം അത് എന്നും നിലനിർത്തി തരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കർമ്പൻ. അതായത് AKG വിപ്ലവത്തിൻ്റെ വെള്ളിനക്ഷത്രം എന്ന ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ നാടകം. അത് പിരപ്പൻകോട് മുരളി സാറാണ് അതിൻ്റെ രചനയും സംവിധാനവുമൊക്കെ. ആ നാടകം ഉദ്ഘാടനം ചെയ്തത് AKG സെൻറ്ററിൽ വെച്ചായിരുന്നു. ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട EK നയനാർജി ആയിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടകൻ. ആ നാടകത്തിൻ്റെ പേര് എന്ന് പറയുന്നത് AKG വിപ്ലവത്തിൻ്റെ വെള്ളിനക്ഷത്രം. അതിനകത്തെ കർമ്പൻ പുലയൻ എന്നൊരു കഥാപാത്രം. അത് 57 അധികാരത്തിൽ വരുന്ന EMS ഗവൺമെൻറ്റിൻ്റെ ആഹ്ലാദം പങ്കിടുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ഈ കർമ്പൻ പുലയൻ അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ആവേശപൂർവ്വം വേദിയിൽ നിന്ന് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ അതിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു നിമിഷ നേരമുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ. 25 വർഷം മുമ്പ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തപ്പോൾ
ഇന്ന് നോക്കിയാലും അതിൻ്റെ ആ മേക്കപ്പും നമ്മുടെ ബോഡി ലാംഗ്വേജും ഒക്കെ അപ്ഡേറ്റ് ആപ്റ്റായിട്ട് തോന്നും. അപ്പോൾ 25 വർഷങ്ങൾക്ക് മുമ്പ് അത് എന്തുമാത്രം തന്മയത്വമായി ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാർ ഈ പറഞ്ഞു 25 വർഷം മുമ്പത്തെ കാര്യങ്ങൾ. അപ്പോൾ അന്നും ഇന്നും തമ്മിൽ നാടകത്തിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് സാറിന് തോന്നുന്നത്? നാടകത്തിന് വന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ, നാടകം നമുക്ക് മുന്നിലിരുന്ന് കാണാവുന്ന, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന, അതും വിഷ്വൽസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫാബ്രിക്കേഷനും ഇല്ലാതെ വിഷ്വൽ. നമ്മളിപ്പോൾ 2 ക്യാരക്ടർ വരുന്നു, അവർ കാര്യം പറയുന്നു, അവരങ്ങ് പോകുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നാടകമാണ് ഇപ്പോൾ അതിന് ഒരുപാട് എക്സ്ട്രാ ഈ ഫർണിഷിങ് സംഗതികൾ വന്നല്ലേ. അതൊക്കെ വന്നപ്പോൾ നാടകത്തിൻ്റേതായ ആ ഒരു തനിമ നമുക്ക് എത്ര മോസ്റ്റ് മോഡേൺ ടെക്നോളജിയും അപ്ലൈ ചെയ്യാം. അത് ഇലക്ട്രോണിക് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് അത് അപ്ലൈ ചെയ്യാം. പക്ഷേ മറിച്ച് ഒരു സ്റ്റേജ് പെർഫോമിംഗ് ഐറ്റംസിലൊന്നും അത്തരത്തിലുള്ള മോസ്റ്റ് മോഡേൺ ഇലക്ട്രോണിക് അപ്ലയൻസ് അതൊന്നും ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ ആ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ തനിമ നഷ്ടപ്പെടും. പണ്ടുകാലത്ത് നാടകം എന്ന് പറയുമ്പോൾ സ്റ്റേജിൻ്റെ ഒരു സൈഡ് ഈ മ്യൂസിക് പ്ലേ ചെയ്യുന്നവർക്ക് വേണ്ടി ആദ്യമേ തയ്യാറാക്കി വച്ചിരിക്കും, എവിടെ നാടകം കളിക്കാൻ പോയാലും. അപ്പോൾ ഒരു 24 24 സ്റ്റേജിൻ്റെ ഒരു ആളോ. അതിൻ്റെ സൈഡിൽ ഒരു പ്രത്യേക സ്ഥലം തബല, ഹാർമോണിയം, പിന്നെ വയലിൻ പോലുള്ള സംഗതികൾ വെച്ചിരിക്കുന്ന ആളുകളും കൂടെ അവിടെ ഇരിക്കും. പിന്നെ പാട്ടുകാരും. അപ്പോൾ നാടകത്തിൻ്റെ പാട്ട് അവിടെ ഇരുന്ന് അവർ പാടും. അപ്പോൾ അവർ പാടുമ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരനും കലാകാരിയുടെയും ഒക്കെ ബോഡി ലാംഗ്വേജ്, അവരുടെ മൂഡ്, അവരുടെ പെർഫോമിംഗ് സ്റ്റൈല് അനുസരിച്ച് ഇവർ പ്ലേ ചെയ്യും. അപ്പോഴത്തെ സ്പോട്ട് പ്ലേ ചെയ്യുന്നത് ഭയങ്കര ആസ്വാദ്യതയാണ്. ഇപ്പോൾ ഒരു കോമഡി ക്യാരക്ടർ ഇങ്ങനെ ചാടിക്കയറി വരുന്നുവെങ്കിൽ അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ ആൾക്ക് അയാളുടെ കോമഡിയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊരു സാധനം വായിച്ചു കൊടുക്കും. പക്ഷേ റെക്കോർഡിങ് ചെയ്ത് വെച്ചിരിക്കുന്ന കാസറ്റുകൾ പ്ലേ ചെയ്ത് നാടകം കളിക്കുമ്പോൾ അപ്പോഴത്തെ തന്മയത്വമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നാടകം 2 വർഷമൊക്കെ കളിക്കും. ഇപ്പോൾ ഈ മെയ് 31 ഉദ്ഘാടനം ചെയ്തുവെങ്കിൽ അടുത്ത മെയ് 31 ഇതേ മ്യൂസിക്കും ഇതേ സിറ്റുവേഷൻ, ഇതിന് വേറെ പ്രോഗ്രസ് ഇല്ല. പഴയ കാലത്ത് അങ്ങനെയല്ല. അപ്ഡേറ്റ് ആയിട്ട് അത് നല്ല രസകരമായി മ്യൂസിക് പ്ലേ ചെയ്യും. ആക്ടിങ് അതനുസരിച്ച് അവർ ഇംപ്രൂവൈസ്ഡ് ആകുമ്പോൾ അതനുസരിച്ച് സ്റ്റേജിൽ അവരുടെ ക്യാരക്ടർ മാറും. അപ്പോൾ ഒരു കലാകാരൻ്റെ തന്മയത്വമാർന്ന ആ ഒരു സംഗതി എക്സ്പോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് ഉയർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല, ഒരിക്കൽ ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ സംഗതിയൊക്കെ അങ്ങനെയാണ്. ഈ ഡയലോഗ് പഠിക്കുന്നതൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കയ്യിൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അന്നൊക്കെ ഈ ഡയലോഗ് പഠിച്ച് പറഞ്ഞ പോലെ ലൈവാണല്ലോ എല്ലാം. അതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമാ പാട്ടാണ് നമ്മൾ പെട്ടെന്ന് കാണാൻ അവിടേക്കില്ലേ. നമ്മൾ ആദ്യം ഈ നാടകത്തിന് റിഹേഴ്സലിന് ചെന്ന ഉടനെ തന്നെ എന്താണ്, പോർഷൻ ബുക്കാണ്. പോർഷൻ ബുക്കിൽ നാടകത്തിൻ്റെ എല്ലാവരും അവരവരുടെ പോർഷൻ എഴുതി അങ്ങെടുക്കും. അത് തന്നെ വായനയാണ്. എപ്പോഴും അത് ഊണിലും ഉറക്കത്തിലും കിടക്കുമ്പോൾ ക്യാമ്പ് റിഹേഴ്സലാണല്ലോ. ഇപ്പോൾ അങ്ങനത്തെ കാലമൊക്കെ പോയി. പണ്ടൊക്കെ ആണെങ്കിൽ ക്യാമ്പ് റിഹേഴ്സലാണ്. നമ്മളിപ്പോൾ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ പട്ടാളത്തിലും പോലീസിലൊക്കെ ട്രെയിനിങ്ങിന് പോകും പോലെയാണ് വീട്ടിൽ നിന്ന് റിഹേഴ്സലിന് പോകുന്നത്. എന്നുവെച്ചാൽ പോയിട്ട് അത് 10-15 ദിവസം കഴിഞ്ഞേ മടങ്ങി വരും. റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് നാടകമൊക്കെ പഠിച്ച് അതിൻ്റെ ഒരു ഇതൊക്കെ ആയ ശേഷമേ വീട്ടിൽ വരാൻ പറ്റും. അന്ന് പിന്നെ പണ്ട് കത്താണല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രത്തോളം സീരിയസ് ആയി നാടകം റിഹേഴ്സൽ ചെയ്യുന്ന സ്ഥലത്ത് പോർഷൻ എഴുതിയെടുത്തവർക്ക് രാപകലില്ലാതെ പഠനമാണ്. രാവിലെ 9 മണിക്ക് ബെല്ല് കൊടുത്ത് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 9 മണിക്ക് അത് ബ്രേക്ക് ആവും. അങ്ങനെ ഡയറക്ടർ ഭയപ്പെടുത്തും. ചെയ്യുന്നിടത്ത് എന്തോ എത്ര ദിവസമായിട്ട് എന്താ പഠിക്കാത്ത എന്ന് പറഞ്ഞു വല്ലാതെ ഇൻസൾട്ട് ചെയ്യും. നമുക്ക് ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ നമുക്ക് ഒരു ഷെയിമല്ലേ. അതുകൊണ്ട് എന്തായാലും വാശിയോടെ അതങ്ങ് പഠിച്ച് അതൊരു 10-15 ദിവസത്തിനകത്ത് ഫുൾ ബൈ ഹാർട്ടാക്കി മാറ്റുന്നതാണ് അന്നും ഇന്നും. ഒരു പക്ഷേ ഈ സിനിമ ഈ പുതുതലമുറയിൽ വന്ന പല മാധ്യമങ്ങളുമായിട്ട് കിടപിടിക്കാൻ നിന്നതുകൊണ്ടായിരിക്കുമല്ലോ നാടകത്തിന് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പ്രേക്ഷകരുടെ അല്ലെങ്കിൽ കാണുന്നവരുടെ സ്വീകാര്യതയിലും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? പണ്ടൊക്കെ ഈ ഉത്സവ പറമ്പുകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു സദസ്സിന് മുന്നിൽ നാടകം അവതരിപ്പിക്കപ്പെടുമായിരുന്നു. ആ നാടകം കാണാൻ വേണ്ടി എത്രയോ ദിവസങ്ങൾ കാത്തിരുന്ന് വന്ന് ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഇതൊക്കെ മാറിയില്ലേ സിനിമയുടെയും മറ്റേതിൻ്റെയൊക്കെ വരവോടെ? നമ്മുടെ കഥകളിയിലേക്കും ഓട്ടംതുള്ളലിലേക്കും ചാക്യാർ കൂത്തിലേക്കും വിവിധ
നടന രൂപങ്ങളിലേക്കും ഒക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അതുമാത്രമേ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒന്നുകിൽ കഥകളി, വലിയ പ്രമുഖരുടെ, രാജപ്രമുഖരുടെ മുന്നിൽ വിവിധ നടന രൂപങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഹരികഥയും പിന്നെ വിൽപ്പാട്ട്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സെക്കൻഡ് ഇതായിട്ട് വരുന്നത്. അപ്പോൾ കഥകളി, മറ്റ് വിവിധ നടന രൂപങ്ങൾ, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളലും, അത് ഇത് എല്ലാം കഴിഞ്ഞിട്ട് അടുത്തു വരുന്നത് ജനകീയ കലകളിലേക്ക് വരുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് നമ്മുടെ ഈ ഹരികഥയും പിന്നെ വിൽപ്പാട്ടും ഒക്കെ ഉണ്ടായ കാലം. പിന്നീട് ആ സന്ദർഭം അനുസരിച്ച് വന്നു കയറി. അപ്പോൾ അതിന് ഓഡിയൻസ് ഉണ്ടായി. ഓഡിയൻസ് ഇങ്ങനെ അമ്പലമുറ്റത്തുകളിലും മറ്റ് തുറസായ സ്ഥലങ്ങളിലും വന്നിരുന്ന് ഇത് ആസ്വദിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് നാടകം കയറി വന്നു. അപ്പോൾ നാടകം കയറി വന്നപ്പോൾ എന്താണ്, കഴിഞ്ഞ കലകളൊക്കെ ദൈവികതയുടെ മികവുകളും ദൈവികതയുടെ അത്ഭുത പ്രകടനങ്ങളും ഒക്കെ വ്യാഖ്യാനിക്കുന്ന കലാപ്രകടനങ്ങളായിരുന്നു ആദ്യ കലാപ്രകടനങ്ങൾ. പിന്നീട് ഈ ഹരികഥയും വിൽപ്പാട്ടും അതും ഇതുമൊക്കെ വന്നപ്പോൾ ദൈവികതയ്ക്കുപരി നാടിൻ്റെ വിഷയങ്ങൾ അവർ പറഞ്ഞു വന്നു. അങ്ങനെ വന്നപ്പോൾ അത് കാണാൻ ആളുകൾ കുറേ കൂടി. അതിൻ്റെ ഇത് പിന്നെ കഥാപ്രസംഗമായി മാറി. ആ ഇടയ്ക്കാണ് നാടകങ്ങളുടെ തള്ളിക്കയറ്റം. നാടകങ്ങൾ കയറി വരുമ്പോൾ നാടിൻ്റെ അകം നാടകം എന്ന് പറയുന്നത് പോലെ നാട്ടിലെ സംഭവവികാസങ്ങൾ എന്തായാലും അപ്ഡേറ്റായിട്ട് നാടകത്തിലൂടെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ അത് കാണാൻ ആളുകൾ ധാരാളം കൂടിയിരുന്നു. അപ്പോൾ അങ്ങനെ കൂടിയിരുന്ന അതേ ആളുകൾ അടുത്ത പടവിലേക്ക് പോയത് ഇലക്ട്രോണിക് മീഡിയയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റങ്ങൾക്ക് ഓരോ ഘട്ടമുണ്ട്. അപ്പോൾ അന്ന് നാടകം നിലനിന്നിരുന്ന കാലത്ത് നിന്ന് അടുത്ത ഒരു ജമ്പിങ്ങാണ് ഈ ഇലക്ട്രോണിക് മീഡിയയിലേക്കുള്ള, എൻ്റർടൈൻമെൻറ്റിലേക്കുള്ള ജനങ്ങളുടെ എടുത്തുചാട്ടം. അപ്പോൾ ഈ പുതിയ ജനറേഷൻ ഇലക്ട്രോണിക് മീഡിയയിലേക്ക് അവരങ്ങ് പോയി. നമ്മുടെ ആദ്യം എന്തായി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, പിന്നെ കളറായി, പിന്നെ കേബിളായി, പിന്നെ ഓൺലൈൻ അതായി. ഇപ്പോൾ എല്ലാം പോയിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പോക്കറ്റിൽ തന്നെയുള്ള ഫോൺ മതി. ഇപ്പോൾ സാധാരണ ഒരു ആവറേജ് മലയാളിയുടെ വീട്ടിൽ ഈ പണ്ടത്തെ പോലെ 9 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടക്കില്ല. അപ്പോൾ മോസ്റ്റ് മോഡേൺ ഈ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലോകമാണ്. പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 10 മണിക്ക് വന്ന് അമ്പലപ്പറമ്പിൽ വന്നിരുന്ന് ഇരിക്കാനൊരു ഇടമില്ലാത്തിടത്ത് വന്ന് ഇരുന്ന് നേരിട്ട് കണ്ട് കരയുന്നതും ചിരിക്കുന്നതും അതൊന്നും കാണേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആസ്വാദനത്തിൻ്റെ തലം വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാടകങ്ങളിൽ നിന്നും ഈ പുതിയ ഇതിലേക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ആസ്വാദ്യത മാറിപ്പോകുന്നത്. പക്ഷേ ഒരു കാര്യം, നമ്മൾ എത്രത്തോളം പുതിയ ഇതിലേക്ക് പോകുന്നുവോ അത്രത്തോളം സമൂഹം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ മൂല്യച്യുതി എന്ന് പറയപ്പെടുന്നത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൻ്റെ മൂല്യച്യുതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. സർ, അന്നൊക്കെ ഈ മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് പലതരം വെല്ലുവിളികൾക്കിടയിലും നാടകം അവതരിപ്പിച്ച ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു നാടകാനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? നമ്മൾ ഈ നാടകത്തിന് ഞാൻ കറക്റ്റ് 35 വർഷം പ്രൊഫഷണൽ നാടകത്തിൽ നിന്നാളാണ്. അല്ലാതെ നേരത്തെ അമേച്വർ നാടകമായിട്ടൊക്കെ ബാക്കി. അപ്പോൾ ഈ പ്രൊഫഷണൽ നാടകരംഗം ഇങ്ങനെ സജീവമായി വരുന്ന കാലത്ത് ഈ നാടകം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി ബുക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഫസ്റ്റ്, ഇവിടെ സെക്കൻഡ്, ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡും 5 നാടകം വരെ ഒരു ദിവസം 5 നാടകം. അതായത് പണ്ട് ട്യൂട്ടോറിയൽ കോളേജുകൾ ഉണ്ടായിരുന്നല്ലോ, പാരലൽ കോളേജിൽ. അത് നമ്മുടെ യൗവനകാലത്ത് നമുക്ക് എന്തുമാത്രം ONV വയലാറിൻ്റെ ദേവരാജൻ്റെ ആ ഗാനം പോലെ നമ്മുടെ ബാല്യ യൗവന കാലത്ത് നമുക്ക് എന്തുമാത്രം ആസ്വാദ്യത തന്ന ഒരു രംഗമാണ് ഈ പാരലൽ കോളേജ് ട്യൂഷൻ സെൻറ്റർ. ഇത് ഭയങ്കര രസകരമായ പഠനത്തിലുപരി നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാരലൽ കോളേജിൽ ഫസ്റ്റ് പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അടുത്തൊരു പാരലൽ കോളേജ്. അപ്പോൾ പിന്നെ മോർണിംഗ് ഷോ ആയി, ഉച്ചയ്ക്ക് മാറ്റിനിയായി. 6 മണിക്ക് ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റി, അത് കഴിഞ്ഞാൽ പിന്നെ 9:30 ഒരു ക്ഷേത്രം, അവിടെ കഴിഞ്ഞാൽ പിന്നെ 12:30 വേറൊരു ക്ഷേത്രം,
പറ്റിയാൽ 4 മണിക്കും കൂടെ ഒരെണ്ണം കൊടുക്കാൻ പറ്റുമെന്ന് മുതലാളി ചിന്തിക്കും. കാരണം അദ്ദേഹത്തിന് ഇതാണല്ലോ. അങ്ങനെ ഒരു ദിവസം 5 നാടകം വരെ ഞാൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നാടകം കളിക്കിടയിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഓർമ്മയിലുണ്ട്. എന്നാൽ പോലും ഒരിടത്ത് കളിക്കാൻ വൈകിപ്പോയതിൻ്റെ പേരിൽ ചേർത്തലയിൽ പിടിച്ച് ഞങ്ങളെ എല്ലാവരെയും ഒരു സ്കൂളിൻ്റെ ക്ലാസ് റൂമിനകത്ത് അടച്ചിട്ടിട്ട് ജനൽ വഴി ഭക്ഷണവും തന്ന് നടീനടന്മാരെയൊക്കെ അടച്ചിട്ട് പിറ്റേ ദിവസം അവർ പറഞ്ഞ സമയത്തിന് നാടകം കളിപ്പിച്ചിട്ടേ വിട്ടുള്ളൂ. പിടിച്ചു കെട്ടിയിടും സമയത്തിന് പോയില്ലെങ്കിൽ. അടി തരും. ഞാൻ അടി കൊള്ളാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നാടകം കൃത്യസമയത്ത് കളിക്കാൻ ചെല്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ ഭീകരമായ മർദ്ദനമുറകൾ നേരിട്ടിട്ടുണ്ട്. പിന്നീടാണ് മിനി സ്ക്രീനിലേക്ക് സാറ് വരുന്നത്. മിനി സ്ക്രീനിൽ ഞാൻ വരുന്നത് 97-ലാണ്. 97 അന്നൊക്കെ 13 എപ്പിസോഡാണ്. ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ആഴ്ചയ്ക്ക് ഒരു ദിവസമേ ഉള്ളൂ. ദൂരദർശൻ്റെ തണലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച 13 എപ്പിസോഡ് സീരീസ്. അതിനകത്ത് വട്ടവള എന്നൊരു കഥാപാത്രം, ഒരു കോമഡി ക്യാരക്ടർ. ഞാനൊരു കൊമേഡിയനായിരുന്നു. എന്നിട്ട് പിന്നെ വന്ന വംശം എന്നൊരു സീരിയൽ വന്നു. ജയകുമാർ IAS അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും അദ്ദേഹത്തിൻ്റെ അനുജൻ ശ്രീകുട്ടൻ സാറ് സംവിധായകനായി മലയാളത്തിൻ്റെ ഫസ്റ്റ് മെഗാ, മലയാളത്തിൽ 13 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ഒരു മെഗാ എന്ന് പറഞ്ഞ് വരുന്നതാണ് 50 എപ്പിസോഡ്. അത് എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 ദൂരദർശൻ കാണിക്കും. അപ്പോൾ അതായിരുന്നു പിന്നെ എൻ്റെ തുടർന്നുള്ള എൻട്രി. ഇപ്പം മമ്മൂക്കായുടെ പടം കളങ്കാവൽ, അതിനകത്തെ പൂജാരി എന്നൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് സംരംഭങ്ങൾ അല്ലേ? സാറ് പറഞ്ഞ ഈ തമാശക്കാരനായിട്ട് വന്നു എന്ന് പറഞ്ഞു. ഏതാണ് കൂടുതൽ ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ ഈ തമാശയാണോ, കരയുന്നതാണോ, വില്ലനാവുന്നതാണോ? ഏത് ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ? എല്ലാ ക്യാരക്ടറുകളും, തമാശക്കാരനും വില്ലനും നായകനും സീനിയറായിട്ടുള്ള വേഷങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും തമാശക്കാരനാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക. ഒരാളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാടല്ലേ? കോമഡി എന്ന് പറയുമ്പോൾ ടൈമിങ്ങാണ്. ആ ടൈമിങ്ങിൽ നമ്മൾ ആ കോമഡി അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തില്ല എങ്കിൽ അത് ചിരിക്കില്ല ആളുകൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്റ്റേജുകളും നമ്മൾ എന്ത് ചെയ്യണം? വളരെ കെയറായിരിക്കണം. മറ്റേ ക്യാരക്ടർ ചെയ്യുമ്പോൾ അങ്ങനെയില്ല. നമ്മൾ കുറച്ച് മെലോ കാണിച്ചോ അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും ഇങ്ങനെ കാണിച്ചോ ഒക്കെ എസ്കേപ്പായി പോകാം. പക്ഷെ മറിച്ച് കോമഡി ആണെങ്കിൽ നമ്മൾ വളരെ വളരെ, എനിക്ക് ഒരുപാട് കൊമേഡിയനായിരുന്നു പണ്ട്. ഞാൻ പ്രേമനസി റിവർ റോളിംഗ് ട്രോഫി, പിന്നെ ഒരുപാട് സ്റ്റേറ്റ് വൈഡ് ഒരു കൊമേഡിയനായിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ആക്ടറായിട്ടും കുറേയധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏതൊരു കലാകാരൻ്റെയും വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയാണ്. ഇപ്പോൾ സാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മക്കളും കലാകാരന്മാരാണ്. മൊത്തത്തിൽ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഭാര്യയുടെ പേര് ജ്യോതിലക്ഷ്മി എന്നാണ്. എൻ്റെ ഈ പ്രയാണത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഭാര്യയാണ്. കാരണം ഞാൻ ഒരു ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജോഡിയെ പേറായി നിൽക്കുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റിന് മുല്ലപ്പൂ വെച്ച് കൊടുക്കണം സീൻ വരും. ചിലപ്പോൾ മുടി ചെയ്ത് കൊടുക്കുന്ന സീൻ വരും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വളരെ ടച്ചീവായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ചുമ്മാ ആക്ടിങ് ആയാൽ ജനം അത് റിയാക്ട് ചെയ്യും. അത് ഞാനത് മാത്രമല്ല, ഏതൊരു നടനും സ്റ്റേജിൽ ചില സിറ്റുവേഷനുകളിൽ നമ്മൾ കുടുംബത്തെ മറന്ന് ചിലപ്പോൾ നിൽക്കേണ്ടതായി വന്നു പോകും. അത്തരം സിറ്റുവേഷനുകളിൽ എൻ്റെ നാടകം മുന്നിലിരുന്ന് കാണുകയും കണ്ടിട്ട് പരിഭവങ്ങളില്ലാതെ അതിൻ്റെ പോരായ്മകൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന തരത്തിലുള്ള ഒരു വളരെ കലാബോധമുള്ളൊരു ഭാര്യയാണ് ജ്യോതിലക്ഷ്മി. പിന്നെ എൻ്റെ മക്കൾ 2 പേരും. മൂത്ത ആൾ ദിവാകൃഷ്ണ, രണ്ടാമത്തെ മകൻ അവൻ കുഞ്ഞിലേ എന്നോടൊപ്പം നാടകത്തിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അതായത് EMS ഗവൺമെൻറ്റിൻ്റെ 50ാം വാർഷികത്തിന് തിരുവനന്തപുരം BJT ഹാളിൽ മുരളി സാറിൻ്റെ തന്നെ നാടകം, അന്ന് സഖാവ് VS ആയിരുന്നു മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ആ നാടകം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ആ നാടകത്തിൽ മലയപ്പുലയനും EMSഉം എന്നാണ് നാടകത്തിൻ്റെ പേര്. അതിനകത്തെ സെൻട്രൽ ക്യാരക്ടർ മലയപ്പുലയൻ ഞാനാണ് ചെയ്തത്. അപ്പോൾ മലയപ്പുലയൻ നമ്മളെ ഈ വാഴക്കന്നുകൊണ്ട് നടന്നതും പിന്നെ അത് മുറിക്കാൻ ജന്മി വരുന്നതും ഒക്കെ ആയിട്ടുള്ള ആണ് സിറ്റുവേഷൻ. അത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ പഴമയെല്ലാം ഇല്ലാതാക്കി വാഴക്കന്ന് വെച്ചവന് തന്നെ കൊലയെടുക്കാനുള്ള അവകാശം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ആ നാടകത്തിൽ മലയപ്പുലയൻ്റെ മക്കൾ ഒരു 5 കുട്ടികളുണ്ട്. അതിൽ ഒരു മകനായിട്ട് സ്കൂളിൽ വിടാതെ ഒരു സീസൺ മുഴുവൻ എന്നോടൊപ്പം നാടകം കളിക്കാൻ ഞാൻ കൊണ്ടുനടന്നു.
അപ്പോൾ രണ്ടാമത്തെ മകനും കലാകാരനാണ്. സാർത്ഥകമായ ഒരു അഭിനയ ജീവിതം, അതുപോലെ തന്നെ കുടുംബജീവിതം. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ബാക്കിയുള്ളതായി തോന്നിയിട്ടുണ്ടോ? എന്താണ് ഇനി ആഗ്രഹങ്ങൾ? മുന്നോട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ക്യാരക്ടർ ചെയ്യാൻ മനസ്സിൽ ആഗ്രഹമുണ്ട്, നല്ല ക്യാരക്ടർ ചെയ്യാൻ. പക്ഷേ ആളുകൾ ചില നടന്മാരെ ടൈപ്പ് ചെയ്ത് കളയും. ടൈപ്പ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ നടൻ എത്ര ഉന്നതനായാലും അയാൾക്ക് പിന്നെ നല്ല ക്യാരക്ടർ കിട്ടി മടങ്ങി വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരിക്കലും ഈ നടന്മാരെ ടൈപ്പ് ചെയ്യാതെ ഉള്ള ഒരു കാലമാണ് ഏറ്റവും നല്ല ഒരു കാലം എന്ന ഒരു 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 അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇവിടെ 66 ആയിരുന്നു. അപ്പോൾ ഇനി കാലം ഇനിയും തരുമെങ്കിൽ ഇനിയും വേഷങ്ങൾ വരാം. പിന്നെ എനിക്ക് പിന്നെ ഇതിനകത്ത് ബാക്കിംഗ് ആയിട്ടൊരു വലിയ ഒരു ഇതുണ്ട്. അതായത് തമിഴിൽ NS കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വലിയൊരു നടനുണ്ട്. അദ്ദേഹം MGRനെയൊക്കെ സിനിമയിൽ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ചില വിഷയങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ സ്പോയിലായിപ്പോയി. അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ വന്നിട്ടുള്ള ഒരു ഇതാകാം. ഒന്നുകിൽ ആക്ടർ അല്ലെങ്കിൽ ലോയർ, ഈ രണ്ടാണ് എൻ്റെ മുദ്രാവാക്യമായിരുന്നു പണ്ട്. അപ്പോൾ ഞാനൊരു കല്യാണത്തോടു കൂടി ലോയർ ഓഫ് ചെയ്തു, ആക്ടർ ചൂസ് ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം മുന്നിലുള്ളത് നടക്കട്ടെ, അഭിനയ വഴിയിൽ കൂടുതൽ പൊൻതൂവലുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് 2024 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ നടൻ പാറശാല വിജയനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം. നേർമൊഴി സമാപിക്കുന്നു.